പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുലിനെ ഉയർത്തിക്കാട്ടിയതുകൊണ്ട് എന്താണ് പ്രയോജനം? നോക്കാം വിശദമായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് BJPയോട് എതിർക്കാനാവില്ല. അല്ല, എതിർത്തിട്ട് കാര്യമില്ല. മോദി 2004 മുതൽ 2014 വരെ ഗുജറാത്ത് മുഖ്യമന്ത്രി പദം അലങ്കരിച്ച വ്യക്തിയാണ്. അതിനുശേഷമാണ് പ്രധാനമന്ത്രി സ്ഥാനത്തെത്തുന്നത്. അനുഭവജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ ജനങ്ങൾ ബഹുമാനിക്കുന്നതും അംഗീകരിക്കുന്നതും. 2004 33 വയസ്സുള്ളപ്പോൾ മാത്രം നേതൃനിരയിലെത്തിയ രാഹുലിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചാർത്തി കിട്ടിയ സ്ഥാനം തോറ്റ MP എന്നതാണ്. 2019 അമോഡിയിൽ തോറ്റ വ്യക്തിയാണ് രാഹുൽ. കുറെ നാളായി കോൺഗ്രസ് നിരയിലുണ്ടെങ്കിലും കാര്യമായി ഒന്നും ചെയ്യാനായിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കോൺഗ്രസ് കുടുംബ സ്വത്താക്കുന്നത് 1969 ശേഷമാണ്. അന്നാണ് കോൺഗ്രസ് രണ്ടായി പിളർന്നതും ഇന്ദിരാ കോൺഗ്രസ് ഉണ്ടാകുന്നതും. അമോഡിയിലെ കുഞ്ഞിനെ വയനാട്ടിലെ കുഞ്ഞായി കേരളത്തിൽ പറിച്ചു നടുമ്പോൾ അമ്മമാർ വൈദേശികനായ മകന് കേരള പാനീയമായ കരിക്കിൻ വെള്ളവും എന്തിന് കേരളം തന്നെ നൽകുമായിരുന്നു. ഇറ്റലിയിൽ ജനിച്ചു വളർന്ന രാഹുലിനെ ഒരു പക്ഷേ വള്ളിനിക്കറിട്ട് കണ്ട ഭാവം മാത്രമേ 50 വയസ്സ് കഴിഞ്ഞവർക്കുള്ളൂ എന്ന കാര്യം മറന്നുകൂടാ. സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ വിദേശത്താകുന്ന രാഹുലിന് ഡൽഹി ലോക്സഭാ ഇലക്ഷൻ എന്നു പേടി സ്വപ്നമാണ്. കാര്യമായി ഒന്നും ചെയ്യാനില്ലെങ്കിലും പ്രധാനമന്ത്രി ടാഗ് തനിക്ക് ഇണങ്ങില്ല എന്ന് ഓർമ്മപ്പെടുത്തൽ രാഹുലിനെ കേന്ദ്രം വിടാൻ പ്രേരിപ്പിക്കുന്നു. ഒളിച്ചോടുന്നതിന് മുമ്പ് ഒന്നോർക്കുക, ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ എവിടെയാണ് കോൺഗ്രസ് വേണ്ട എന്ന് പറഞ്ഞു മുങ്ങുന്നത്? കേന്ദ്രത്തിൽ ഇരുന്ന് കുത്തിയാൽ വീഴുന്ന നെട്ടറ്റ തേങ്ങയൊന്നുമല്ല മോദി. അതുകൊണ്ട് കുത്തി കുത്തി സ്വയം ചാവാതെ നിങ്ങൾ കേരളത്തിൽ വരൂ, മുഖ്യമന്ത്രി പദം നേടൂ, എന്നിട്ട് കേന്ദ്രത്തിൽ അഭിമാന പുരസ്കാരം പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആകൂ.